പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. സൗമ്യനും സോമൻ്റെ പുത്രൻ ചന്ദ്രൻ്റെ മകനും സൗമ്യമായ ഗുണത്തോടു കൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ രാശിചാരം. ബുധൻ തൻ്റെ സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് ബുധൻ പ്രവേശിക്കുന്നത്? ബുധൻ 2026 മെയ് മാസം 29-ാം തീയതി, അതായത് 1201 ഇടവമാസം 15-ാം തീയതി കാലത്ത് തന്നെ പ്രവേശിക്കുകയാണ്. സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ആർക്കും സ്വന്തം വീട്ടിൽ ബലമുണ്ടല്ലോ. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബുധൻ ശക്തമായി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗ്രഹേ പ്രഭുഭരിഗ്രഹാത് ആയതിം പ്രഭുത്വം. സ്വന്തം ക്ഷേത്രത്തിൽ വരുന്ന ഗ്രഹത്തിന് രാജാവിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ധാരാളം വരവുണ്ടാകുന്നു. തനിക്ക് സ്വയം ഒരു അധികാരം, പ്രഭുത്വം സ്ഥാപിക്കപ്പെടുന്നു. നവം ഭവനം, പുത്തൻ വീടുണ്ടാകുന്നു, പുത്തൻ ഭൂമി ഉണ്ടാകുന്നു. ഉർവരാക്ഷിതി, ഫലഭൂയിഷ്ഠമായ ഭൂമി ഉണ്ടാകുന്നു. ജനേ ബഹുമതിയും പുനഃസകല നഷ്ടവസ്തുന്യപി, ജനങ്ങൾ തന്നെ ബഹുമാനിക്കുന്നു. തനിക്ക് നഷ്ടപ്പെട്ട യശസ്സും സ്ഥാനമാനങ്ങളും തിരിച്ചു പിടിക്കും ഈ ബുധൻ. 25 ദിവസമാണ് കേവലം മിഥുൻ രാശിയിൽ ബുധനുള്ളത്. പക്ഷേ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഈ ഫലം എന്തുകൊണ്ട് പറയുന്നു? ബുധ ഫലദസ്തു സർവദ, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. എനി മൊമെൻറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ മിറാക്കിൾസ്. ലോട്ടറി അടിക്കുക, അൺഎക്സ്പെക്റ്റഡ് ധനലാഭങ്ങൾ, ബ്രോക്കറേജ് ഉണ്ടാവുക, നല്ല ലാൻഡ് വിൽക്കാൻ പറ്റുക, പൂർവികമായ സ്വത്ത് വിൽക്കുക, ആദായത്തിൽ ഭൂമി ലഭിക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ബുധൻ, മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. ഒരു സംശയവുമില്ല, നിസ്തർക്കമാണ് ഈ ഒരു കാര്യം. കാരണം ഇവിടെ ബുധൻ മാറുമ്പോൾ വ്യാഴം അതിശക്തമായി മിഥുനൻ രാശിക്കാർക്ക് എന്നല്ല, വ്യാഴം അതിശക്തമായി തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യുന്നു. എപ്രകാരമാണ് ഈ 25 ദിവസക്കാലം മെയ് മാസം 29-ാം തീയതി മുതൽ ബുധൻ നന്മകളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരുരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ കുംഭൻ രാശിക്കാർക്ക് നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ്, 5-ാം ഭാവത്തിലാണ്. വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഭൗതിക തലത്തിൽ അങ്ങേയറ്റം പഠിച്ച് ഉയരുവാനുള്ള പഠന വിഷയത്തിൽ തങ്ങളുടെ ആ പൂർണ്ണത പ്രകടിപ്പിച്ച് പരീക്ഷയിലൊക്കെ രക്ഷപ്പെടുവാൻ, മുന്നിലെത്താൻ, മറ്റുള്ളവർ മത്സരിച്ച് മുന്നേറാൻ ഏറ്റവും നല്ല സമയം പ്രദാനം ചെയ്യും ഈ ബുധനെന്ന് അറിയുക. അങ്ങേറ്റം തങ്ങളുടെ ശാസ്ത്രത്തിൽ ഗുണം പ്രകടിപ്പിക്കും. വൈവയിൽ പോയാൽ, ഇൻ്റർവ്യൂവിൽ പോയാൽ, ഇതിലൊക്കെ തന്നെ ബുധൻ വികത്തന ശാസ്ത്രകലാവിദഗ്ധ പ്രിയംവദ സൗകര്യതസ്ഥിതിയെ. ഇവിടെ 3-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ വികത്തന വിശേഷണ കഥ്യത ഇത് വികത്തന, വിശേഷിച്ച് ധാരാളം സംസാരിക്കുന്ന അവസ്ഥ വരും. ശാസ്ത്രകലാവിദഗ്ധ, തങ്ങളുടെ ശാസ്ത്രത്തിലും കലയിലും താൻ കൈകാര്യം ചെയ്യുന്ന കർമ്മമേഖലയെല്ലാം തന്നെ അങ്ങേറ്റം വൈദഗ്ധ്യം പുലർത്തുവാൻ കഴിയും. പഠിതാക്കൾക്ക്, സന്താനങ്ങൾക്ക്, ഗവേഷകർക്ക്, എഴുത്തുകാർക്ക്. കുംഭൻ രാശി പ്രതീക്ഷയുടെ രാശിയാണ്. കുംഭൻ രാശിക്കാർക്ക് ധാരാളം നന്മകൾ, കഴിവുകളുണ്ട്. അവർക്ക് ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കുന്നവരാണ് അവർ. അതിനാൽ തങ്ങളുടെ കർമ്മമേഖലയിൽ രചനാത്മകമായ വിഷയത്തിലായാലും, പഠന വിഷയത്തിലായാലും, സാഹിത്യ വിഷയത്തിലായാലും എല്ലാം തന്നെ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഈ ഒരു 20 ദിവസക്കാലം എന്നറിയുക. കാരണം ശുക്രനോടുകൂടി യോഗമാണ്, അതൊരു വലിയ യോഗമാണ്. ബുധശുക്രന്മാരുടെ യോഗം രാജയോഗമാണ്. അതിനാൽ എല്ലാം നന്മകളാവട്ടെ. കാരണം കുംഭൻ രാശിക്കാർക്ക് വ്യാഴം 6-ാം ഭാവത്തിൽ നിന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനാൽ താൽക്കാലിക പ്രതിസന്ധിക്ക് ഈ ബുധൻ്റെ യോഗം നന്മകൾ മാത്രം പ്രദാനം ചെയ്യപ്പെടുമെന്ന് പ്രാർത്ഥിക്കട്ടെ. നന്ദി, നമസ്തേ.